റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് ചേർന്നാൽ പിന്നെ ഇഹലോകമൊക്കെ അനിഷ്ടമായതു തന്നെ. ഇത് ഉപമയായി തിരു മുസ്തഫ പറയുന്നതാ. നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. മൗത്തേവനും ഖൈറൻ ഇബ്നു മസ്ഊദ് പറയുന്നു, ഖുർആൻ തന്നെയാണ് ശുഹൂദ്. സന്മാർഗിയായാൽ സ്വർഗമാണവനുള്ളത്, മൗത്തും കഴിഞ്ഞല്ലേ അതിൽ കടക്കുന്നത്. ദുർമാർഗി ജീവിക്കുന്ന കാലത്തൊക്കെയും പാപം അടിക്കടി ചെയ്ത് കൂട്ടും, പിന്നെയും പാപം പെരുത്താൽ ശിക്ഷയും കൂടുന്നതാ. അതുകൊണ്ട് വേഗം മരണം അവനും നല്ലതാ. അംർ ഇബ്നു ആസി അവർക്ക് മൗത്താസന്നമായി. സമയം മകൻ അബ്ദുള്ളയോടുണർത്തുന്നതായി. ഞാനും നബിക്കൊരു ശത്രുവായിരുന്നു ആദ്യമിൽ, പ്രോത്സാഹനം ഞാൻ ചെയ്തതാ വധിക്കുന്നതിൽ. അന്നെൻ്റെ മരണം വന്ന് പോയിരുന്നെങ്കിലേ തീരാത്ത ഖേദം തന്നെയായിരുന്നെന്നിലെ. പിന്നെൻ്റെ റബ്ബൻ്റെ ഹിദായത്താക്കി, അതിരറ്റ ഹുബ്ബും തങ്ങളോടുണ്ടാക്കി. സൈന്യങ്ങളിൽ നബി എന്നെ നേതാവാക്കി, അയക്കുന്നതിന് പലപ്പോഴും ഇടയാക്കി. അക്കാലത്തെന്നിൽ മൗത്ത് വന്നില്ലല്ലോ, ഭാഗ്യം എനിക്കത് നഷ്ടമായി പോയല്ലോ. നബി എൻ്റെ മേൽ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, നിസ്കാരവും നബി ചെയ്യുമായിരുന്നല്ലോ. കാലം അതും എന്നിൽ കഴിഞ്ഞു കടന്നു പോയി. പിന്നീട് പല ദുനിയാവിലും കൈയിട്ട് പോയി. ഈ സ്ഥിതിയിലാണല്ലിന്ന് ഞാൻ മരിക്കുന്നത്. എന്തായിരിക്കും എൻ്റെ ഹാൽ അവിടുള്ളത്?